അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്സിയോട് തോറ്റിരിക്കുകയാണ്. സോ ഈ ഒരു തോൽവി 4-2 വളരെ വലിയൊരു അപമാനമായ തോൽവിയായി മാറിയിരിക്കുകയാണ്. കാരണം ശ്രീകണ്ഠിക സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണയും വിജയിക്കാൻ പറ്റാത്ത ഒരു സീസണായി മാത്രമായി മാറിയിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഹാഫിനേക്കാളും എടുത്തു പറയേണ്ടത് സെക്കൻഡ് ഹാഫാണ്. കാരണം സെക്കൻഡ് ഹാഫിൽ വളരെയധികം മികച്ച മാറ്റങ്ങൾ തന്നെ ഉണ്ടായതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ചും കൂടി അറ്റാക്ക് ചെയ്യുകയും പ്രഷർ ചെയ്യുകയും ഒക്കെ നമ്മൾ കണ്ടു. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ 2 ഗോളുകൾ ജീസസ് ജിമിനസും അതുപോലെ തന്നെ ഫ്രെഡിയും ആ ഒരു ഗോളിലേക്കൊക്കെ വന്നതും. സോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ പേവായിട്ട് വന്നിട്ടുള്ള ഡിഫൻസും അതുപോലെ തന്നെ മിസ് പാസുകളും തന്നെയാണ്. സോ അത് നമ്മൾ ഫസ്റ്റ് ഹാഫിലും കണ്ടതാണ്. സോ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ 2 ഗോളുകളാണ് നമ്മൾ വഴങ്ങിയിട്ടുള്ളത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ നോക്കുമ്പോൾ 2 ഗോളുകൾ പിന്നീട് 4 ഗോളുകളും വഴങ്ങിയിട്ടുള്ളത് മിസ് പാസിലൂടെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും മാത്രമാണ്. സോ അത് നമുക്ക് കളി കണ്ടാൽ മനസ്സിലാവുന്നതാണ്. സോ അത്രമേൽ പ്രഷർ മാത്രമാണ് ബംഗളൂരു എഫ്സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ബംഗളൂരു എഫ്സിയുടെ ഡിഫൻസിനെ എടുത്തു പറയണം. കാരണം നിഖിൽ അതുപോലെ തന്നെ റോഷൻ സിംഗ് ഈ 2 താരങ്ങളും നോഹയെ അവരുടെ ബോക്സിനകത്തേക്ക് കയറ്റാത്ത രീതിയിൽ പൂട്ടി. സോ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഡിഫൻസ് ഈ നിഖിലും അതുപോലെ തന്നെ റോഷൻ സിംഗും കാഴ്ചവെച്ചിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നവോച്ചെ സിംഗിനെയും അതുപോലെ തന്നെ നോഹയെയും ഫ്രെഡിയെയും ഒക്കെ എടുത്തു പറയണം. കാരണം അത്രമേൽ എഫേർട്ട് അവരെടുക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെയാണ് നമ്മളെ ക്യാപ്റ്റനും അത്രമേൽ ലൂണ എഫേർട്ട് എടുക്കുന്നുണ്ട്. സോ എന്തൊക്കെ തന്നെ ആയാലും ആരും മോശം പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസിൽ വളരെയധികം മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ മാറ്റിയാൽ മാത്രമേ മുന്നോട്ട് സീസൺ പോവുകയുള്ളൂ. അത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.